പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ലൂബിക്ക അച്ചാർ ഇടാനാണ്. ചില സ്ഥലങ്ങളിലേക്ക് തന്നെ ലൂബിക്കായ്ക്ക് ഓലോലിക്ക എന്ന് പറയും. ഇത് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ്. ഉപ്പിലിടുമ്പോഴത്തേക്കിന് കാന്താരിയും കൂടെ കൂട്ടിയാണ് ഇടുന്നത്. കാന്താരി ചുമ്മാ പറിച്ചിട്ട് തണ്ടെടുത്തിടുകയേ ഉള്ളൂ. ഇനി അതിൻ്റെ ചേരുവകൾ നോക്കാം. ഉപ്പ്, കടുക്, ഉലുവ, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി അരിഞ്ഞത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായം, എണ്ണ, വിനാഗിരി. അടുപ്പ് കത്തിക്കാം. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പേ വെക്കുകയാണേ. നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണ ഒഴിക്കണം. ചട്ടി ചൂടായി, എണ്ണ ഒഴിക്കുവാണേ. എണ്ണ നന്നായി ചൂടായി കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഉലുവ ഇടാം. ഉലുവയും കടുകും പൊട്ടി ഇനി ചെറിയ ഉള്ളി ഇടുവാണേ. ഇനി വെളുത്തുള്ളി, വെളുത്തുള്ളി ചുമന്ന് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഒരു തണ്ട് കരിവേപ്പില, കരിവേപ്പിലയുടെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചപ്പ് മാറി ഇനി നമുക്ക് ഈ സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, മുളക് പൊടി നന്നായിട്ട് മൂത്ത് ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ ഉപ്പും ഇത്രയും. ഇനി ഇതെല്ലാം നല്ലതായിട്ട് മൂത്ത് ഇനി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നന്നായിട്ട് തിളച്ച് ഇനി ലൂബിക്ക ഇട്ട് കൊടുക്കാം. വിനാഗിരി നല്ലതായിട്ട് തിളച്ച് ലൂബിക്കായും ഒത്തിരി ചൂടായെന്നാൽ അങ്ങ് അലുത്ത് പോകും. അതുകൊണ്ട് ഇനി നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ സ്പൂണിന് 1 സ്പൂണ് കായപ്പൊടി. നമ്മുടെ അച്ചാർ ഏകദേശമായി. അപ്പം അച്ചാർ വെക്കുമ്പോഴത്തേക്കിന് വെള്ളം കുറവെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ശകലം വിനാഗിരി കൂടി ഒഴിച്ച് നീട്ടാം. അത് ആ വിനാഗിരി ഒഴിക്കുന്നത് ചൂടാകണം. ചൂടാകാതെ താത്ത് വെക്കരുത്. ചൂടാകാതെ താത്ത് വെച്ചെന്നാൽ നമ്മുടെ അച്ചാർ പൂത്ത് പോകും. നന്നായി ചൂടായി. ഇതാ നമ്മുടെ ഓലോലിക്ക അച്ചാർ റെഡിയായി. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. തീരെ പെരളനല്ലാതെ നമുക്ക് അച്ചാറിന് ചാറുണ്ട്. അച്ചാർ വെച്ചിട്ട് ഉടനെ കൂട്ടുന്നതാണെങ്കിൽ നമ്മൾ പൂക്കാതിരിക്കാനുള്ളതൊന്നും ചെയ്യണ്ട. അച്ചാറുണ്ടാക്കി ആർക്കെങ്കിലും നമ്മൾ കൊടുത്തു വിടാനൊക്കെ ഉള്ളതാണെങ്കിൽ ഒട്ടും നനവില്ലാത്ത ഭരണിയിലാക്കിയിട്ട് അതിൻ്റെ മേലിൽ തിരശ്ശീല നല്ലെണ്ണയും മുക്കിയിടണം. എന്നിട്ട് മഞ്ഞൾപ്പൊടിയും തൂളിയിട്ട് വെളുത്തുള്ളിയും ചതച്ച് വെക്കണം. ആ അച്ചാർ എത്ര നാൾ വേണേലും ഇരുന്നോളും, പുകത്തേ ഇല്ല. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.